ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ അധികാരം നൽകുന്ന ബിൽ ഇന്ന് നിയമസഭയിൽ ചർച്ചയ്ക്ക് വരും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അതിവേഗത്തിൽ വെടിവെച്ച് കൊല്ലാൻ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാനാകുന്ന ഒരു ബില്ലാണ് സഭ ചർച്ച ചെയ്യുന്നത്. സഭ പാസാക്കുന്ന ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം വേണം. ലോക്കപ്പ് മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട UDF MLA-മാരുടെ സത്യാഗ്രഹം സഭാകവാടത്തിൽ തുടരുകയും ചെയ്യുകയാണ്. അൺഫിലിഡ് ഡിസൂസ ചേരുകയാണ് നിയമസഭയിൽ നിന്നുള്ള വിവരങ്ങളുമായി. അൺഫിലിഡ്, ഒരുപക്ഷേ അങ്ങേയറ്റം മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഒരു ബില്ലാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ ചർച്ചയ്ക്ക് വരുന്നത്. മനുഷ്യ ജീവന് അപകടകരമാകുന്ന രീതിയിൽ വന്യജീവികൾ വരികയാണെങ്കിൽ അതിനെ വൈൽഡ് ലൈഫ് വാർഡൻ അതിവേഗത്തിൽ വെടിവെച്ച് കൊല്ലാമെന്ന ഉത്തരവിടാനുള്ള ബില്ല്. പക്ഷേ കടമ്പകൾ ഇനിയും ഏറെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രപതിയുടെ പെർമിഷൻ അടക്കം ആവശ്യമാണ്. പ്രതിപക്ഷത്തിൻ്റെ ബില്ലിലെ നിലപാട് എന്താകുമെന്നതും അങ്ങേയറ്റം ശ്രദ്ധേയമാണ്. തീർച്ചയായും സ്വപ്ന, ഏറ്റവും അധികം മലയോര കർഷക ജനങ്ങൾക്ക് ആശങ്കയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയമാണ്. അതിലൊരു ആശ്വാസം, ഏറെക്കുറെ ആശ്വാസം നൽകുന്ന ഒരു നീക്കം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് സർക്കാർ ഇത് നിയമ ഭേദഗതിക്ക് ഒരുങ്ങുന്നത്. അതായത് ഏറ്റവും അപകടകാരികളായ വന്യജീവികൾ മനുഷ്യ വാസസ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, ജനവാസ മേഖലയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അതിനെ അതിവേഗത്തിൽ തന്നെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു നിയമം, അതൊരു അധികാരം ആ അധികാരിക്ക് നൽകുന്നു. അങ്ങനെ ഒരു നിയമം ഇല്ലാതിരുന്നതാണ് ഇത്രയും നാളും ഈ വന്യജീവി ആക്രമണം തടയാൻ സർക്കാരിന്റെ കൈവശം ഒരു നിയമ തടസ്സം എന്നതായിരുന്നു ഇത്രയും നാള് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയതും. ആ വാദമാണ് സർക്കാർ എല്ലായിടങ്ങളിലും നിരത്തിക്കൊണ്ടേയിരുന്നത്. എന്നാൽ കേന്ദ്ര നിയമമാണ് ഇതിന്റെ തടസ്സം. കേന്ദ്ര നിയമത്തെ ഒന്നും ചെയ്യാനാവുകയില്ല. പല വട്ടം തന്നെ ഈ നിയമ പോരാട്ടം നടത്തി. അതല്ലാതെയും കേന്ദ്രത്തെ സമീപിക്കുകയും കത്ത് മുഖാന്തരവും അല്ലാതെ ഇവിടുന്ന് പ്രതിനിധി സംഘവുമൊക്കെ കേന്ദ്രത്തെ പല തവണ ഈ ഒരു വിഷയം ഉയർത്തി സമീപിച്ചെങ്കിലും കേന്ദ്ര നിയമം, അതായത് 1972 നിലനിൽക്കുന്ന വന്യജീവി സംരക്ഷണ നിയമം, കേന്ദ്ര നിയമമാണ്. ആ നിയമത്തിന്റെ ഭേദഗതി ചെയ്യുക എന്ന് പറയുന്നതും സങ്കീർണമായ ഒരു കടമ്പ തന്നെയാണ്. അവിടെ തൊടാൻ സർക്കാരിന് കഴിയാതെ വന്നു. എന്നാൽ ആ നിയമമാണ് ഇപ്പോൾ സർക്കാർ നിയമസഭയിലൂടെ ചർച്ച ചെയ്തൊരു ബില്ലാക്കി പാസാക്കാൻ തയ്യാറെടുക്കുന്നത്. അതായത് മനുഷ്യ വാസസ്ഥലങ്ങളിലേക്ക്, ജനവാസ മേഖലയിലേക്ക് അപകടകാരികളായ മൃഗങ്ങൾ, വന്യജീവികൾ കടക്കുകയാണെങ്കിൽ അതിനെ ഒട്ടും അമാന്തിക്കാതെ അതിവേഗത്തിൽ തന്നെ വെടിവെച്ച് കൊല്ലാനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്നതാണ് ഈ ബില്ല്. ഇത് കേന്ദ്ര സംരക്ഷണ നിയമത്തിൽപ്പെടുന്ന ബില്ലായതിനാൽ ഇതിലൊരു ഭേദഗതി വരുത്തുമ്പോൾ ഉറപ്പായും കേന്ദ്രത്തിന്റെ അനുവാദം, അതായത് സംസ്ഥാന സർക്കാർ അതിൽ ഭേദഗതി വരുത്തുന്നു. അതായത് നിയമസഭ പാസാക്കിയാൽ പോലും അതിൽ രാഷ്ട്രപതി അന്തിമമായി ഒപ്പിട്ടാൽ മാത്രമേ അത് നിയമമാവുകയുള്ളൂ. പക്ഷേ കേന്ദ്രം അതിൽ എത്രത്തോളം ഒപ്പിടും എന്നുള്ള കാര്യം മറ്റൊരു ചോദ്യമാണ്. പക്ഷേ ഇവിടെ സർക്കാർ കഴിഞ്ഞ ആഴ്ച അടിയന്തരമായ ഒരു മന്ത്രിസഭാ യോഗം ചേർന്നാണ് ഇത് നിയമസഭയിൽ, അതായത് ഇപ്പോൾ ചേർന്ന ഈ നിയമസഭയിൽ തന്നെ ഇത് ബില്ലായി അവതരിപ്പിക്കാൻ സഭയുടെ അംഗീകാരം നേടാനായി സർക്കാർ അടിയന്തരമായ തീരുമാനമെടുത്തത്. അതോടൊപ്പം തന്നെയും അപകടകാരികളായ കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുകയും കൂടി ചെയ്യുന്നു. ക്ഷുദ്രജീവികളായ കാട്ടുപന്നികളെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനെയും മറ്റൊരു നിയമ ഭേദഗതിയിലൂടെ തന്നെയും അതിനെയും വെടിവെച്ച് കൊല്ലാനുള്ള ഒരു അധികാരം ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകുന്നതാണ് ഈ നിയമത്തിന്റെ ഭേദഗതി. അതേസമയം ഈ നിയമ ഭേദഗതി ഇവിടെ നിയമസഭയിൽ കൊണ്ടുവരുമ്പോൾ ഉറപ്പാണ് പ്രതിപക്ഷം ഇത് സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തുന്ന ഒരു നടപടിയായി മാത്രമേ പ്രതിപക്ഷം ഇതിനെ ഉയർത്തിക്കാട്ടുകയുള്ളൂ. കാരണം ഇത് കേന്ദ്ര നിയമത്തിന്റെ സംരക്ഷണയിൽ വരുന്ന നിയമത്തെ ഭേദഗതി ചെയ്യുമ്പോൾ ഉറപ്പായും കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം, അതായത് രാഷ്ട്രപതിയുടെ ഒപ്പിടൽ വേണം. പക്ഷേ അതേസമയം സർക്കാരിന് ഇപ്പോൾ ഈ മലയോര കർഷകർ, സർക്കാർ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലായി നിന്നത് ഈ വന്യജീവി ആക്രമണം തടയാൻ സംസ്ഥാന സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ഏറ്റവും, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ കാലുകുത്തിയ നിമിഷം മുതൽ തന്നെയും വലിയ രീതിയിലാണ് ഈ മലയോര കർഷക മേഖലയിലൊക്കെ തന്നെയും വന്യജീവി, വയനാട്ടിലൊക്കെ നമുക്കറിയാം ഈ ആഴ്ചകൾ അനുസരിച്ച് അല്ലെങ്കിൽ ദിനം പ്രതിയായിരുന്നു കാട്ടുജീവികളുടെ ആക്രമണത്തിന് മനുഷ്യജീവൻ പൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ കണക്കുകൾ പരിശോധിച്ചാൽ പോലും കഴിഞ്ഞ 8 വർഷത്തിനിടെ സംസ്ഥാനത്ത് 180 ജീവനുകളാണ് വന്യജീവി ആക്രമണം, വിവിധ ആക്രമണങ്ങളിലായി പൊരിഞ്ഞത്. ഈ കണക്കുകളൊക്കെ സർക്കാരിന്റെ മുമ്പിലുണ്ട്, ജനങ്ങളുടെ മുമ്പിലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മലയോര കർഷക മേഖലയിൽ നിന്ന് വലിയ രീതിയിലുള്ള എതിർവികാരമാണ് സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ആ മലയോര കർഷക ജനങ്ങളെ ഒപ്പം നിർത്താനുള്ള ഒരു തന്ത്രമായാണ് പ്രതിപക്ഷം ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ ഇത് ചർച്ചയ്ക്ക് വരുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ഇതുമായി യോജിക്കാൻ സാധ്യതയില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, കാരണം ഇത് എത്ര കണ്ട് നിയമസഭ പാസാക്കിയാൽ പോലും ഇതിനൊരു അന്തിമ അംഗീകാരം നൽകി അല്ലെങ്കിൽ ഇതൊരു നിയമമായി മാറണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുവാദം വേണം, രാഷ്ട്രപതി ഒപ്പിടണം.